ഹലോ ഗെയ്സ്, ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കമായി ഗെയ്സ്. അതിൻ്റെ മുന്നോടിയായി ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോകുന്നതാണ് ഈ കതിരികാള. അപ്പോൾ കതിരി ഞങ്ങളുടെ നാടിൻ്റെ ഐശ്വര്യത്തിനും അതുപോലെ നാടിൻ്റെ നന്മയ്ക്കും വേണ്ടിയാണ് ഇവിടുന്ന് കതിരികാള പോകുന്നത്. അപ്പോൾ ഈ കതിരികാള ആറ്റുകാലിലേക്ക് പോകുന്ന ഒരേ ഒരു കാള ഇതാണ്. നെൽക്കതിരാണ്. നെൽക്കതിര് വെച്ച് കാളേനെ അലങ്കരിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇത് എല്ലാ വർഷവും വർഷങ്ങളായി പതിവായി നടക്കുന്നു. ആദ്യം ഞങ്ങളുടെ തൊട്ടടുത്തുള്ള കൃഷ്ണൻകോവിലിൽ വന്ന് ദർശനം നടത്തി എന്നിട്ടാണ് ആദ്യം ഈ ആറ്റുകാലിലേക്ക് ഇത് എഴുന്നള്ളുന്നതിന് മുന്നേ തന്നെ നമ്മുടെ നാട്ടിലെല്ലാവരെയും എല്ലായിടത്തും പോയി ഇതൊന്ന് കാണിക്കും. കതിരുകാള കറങ്ങിയിട്ട് മാത്രമേ അമ്പലത്തിലേക്ക് പോകാറുള്ളൂ. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാടിൻ്റെ ഒരു ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ കതിരികാള ആദ്യം തന്നെ നമ്മുടെ ഈ നാട്ടിനെ ഒന്ന് വലം വെച്ചിട്ടായിരിക്കുക. പിന്നീട് ഇവിടുന്ന് വളരെ കൊട്ടും ആഘോഷവും ബഹളവുമായി നേരെ ആറ്റുകാല് പോകും. ആറ്റുകാല് പോയി അവിടെ ദേവീ സന്നിധിയിൽ 3 വട്ടം വലം വെച്ച് അവിടെ കൊണ്ടാണ് നമ്മുടെ ഈ ഒരു എഴുന്നള്ളിപ്പ് തീരുന്നത്. ഇത് ആറ്റുകാല. അപ്പോൾ എല്ലാവർക്കും നല്ല ഐശ്വര്യവും സന്തോഷവും ആറ്റുകാലമ്മയ്ക്ക് ഞങ്ങളുടെ കതിരുകാള വഴി ലഭിക്കട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു. ഇത് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു വൈബ് വേറെയാണ്. ഇതിനൊപ്പം ഉള്ള കൊട്ടും ബഹളവും ഒക്കെ കേൾക്കുമ്പോൾ ആർക്കും ഒന്ന് ഡാൻസ് കളിച്ച് പോകാൻ തോന്നും. അത്രയ്ക്ക് രസമാണ്. പണ്ട് കാലത്തൊക്കെ പോകുമ്പോൾ വളരെയധികം ആൾക്കാർ ഡാൻസ് കളിച്ചുകൊണ്ട് പോകുന്നു. ഇന്നത്തെ ന്യൂജനൊന്നും എനിക്ക് തോന്നുന്നു താല്പര്യം കുറവാണ്. അങ്ങനെ ന്യൂജൻ ആൾക്കാരൊന്നുമില്ല. പഴയ ആൾക്കാർ തന്നെയാണ് ഇപ്പോഴും അതിൽ കൂടെ പോകുന്നത്. എന്നാലും വളരെ നല്ലതാണ്. നമുക്കിപ്പോഴും ഇതൊക്കെ ഭയങ്കര ഇഷ്ടം. ഇത് നമ്മുടെ പിള്ളേരും കാണണം, അത് കണ്ട് സന്തോഷിക്കണം എന്ന് വിചാരിച്ചാണ് ഞങ്ങളിതിൻ്റെ കൂടത്തിൽ 2 വട്ടം ഒന്ന് കറങ്ങി എല്ലാം കാണിച്ചത്. അപ്പം ഞങ്ങളുടെ ഈ ചാനലും ഞങ്ങളുടെ കഥകളെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുകളുമായി ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. ഞങ്ങളുടെ ചാനലിൻ്റെ പേര് മറക്കണ്ട, PH3 ഫാമിലി. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോ, കതിരുകാള ദാ വരുന്നുണ്ട്. നല്ല ഐശ്വര്യവും സന്തോഷവും സമൃദ്ധവും നല്ലൊരു ദിവസമായി തീരട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു. അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഇനിയും കാണാം. സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.